ഒരുപാട് ആളുകൾ സ്വർണം വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട എൻക്വയറീസ് ഈ അടുത്ത സമയങ്ങളിലൊക്കെ നടത്തുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു മാസം അല്ലെങ്കിൽ 1-2 മാസത്തേക്ക് വിലയിൽ വലിയ ഗണ്യമായ വർധനം ഉണ്ടാവില്ല, ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ നിൽക്കും. അതിനുശേഷം മാർച്ചിന് ശേഷം മാത്രമേ വീണ്ടും ഗണ്യമായ ഒരു വർധനം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുള്ളൂ എന്നുള്ളതായിരുന്നു നമ്മൾ അവരോട് പറഞ്ഞിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഈ യുദ്ധ സാഹചര്യങ്ങൾ വലിയ തോതിൽ സ്വർണ്ണ വിലയിൽ വർധനമുണ്ടാകും. അത് വ്യാപാരത്തെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കും. വ്യാപാരികളെ സംബന്ധിച്ച് ആളുകൾ വാങ്ങുന്നതിന്റെ അളവ് കുറയ്ക്കും. അതുപോലെ തന്നെ ഈ വില കാണുമ്പോൾ ഇത്രയും വലിയൊരു വിലയിലേക്ക് പോകുന്നത് കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വാങ്ങാനായിട്ട് പഠിക്കും. പിന്നെ സ്വർണ്ണത്തെ സംബന്ധിച്ച് സ്വർണ്ണത്തിന് എപ്പോഴും ആളുകൾക്ക് പ്രിയമുണ്ട്. മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ ആഭരണമായി അണിയുന്നതിന് മാത്രമല്ല അവര് അപ്പത്തെ ഒരു സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു നിക്ഷേപമായിട്ടൊക്കെ സ്വന്തമാകുന്നവരുമാണ്. അതിനാൽ തന്നെ അവരുടെ പ്രിയമൊന്നും കുറയില്ല. പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങളോടെ അവർക്ക് അനുകൂലമായെങ്കിലല്ലേ അവർക്കിത് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി മുന്നോട്ട് എന്താണെങ്കിലും കുറച്ച് നാളത്തേക്ക് യുദ്ധം അടുത്ത കാലത്തേക്കും അവസാനിക്കാനുള്ള സാധ്യത കാണുന്നില്ല. അല്ലെങ്കിൽ അതുപോലെ മറ്റു രാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെട്ട് ഇത് ഒത്തുതീർപ്പാക്കണം. പക്ഷെ അതിനുള്ള സാഹചര്യം കാണുന്നില്ല. ട്രംപ് തീരുമാനിക്കുന്നു, അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ലോകരാജ്യങ്ങൾക്ക് തന്നെ വലിയ പരിണിത ഫലങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധനങ്ങളുടെ വിലവർധനം, അവശ്യ സാധനങ്ങളുടെ വിലവർധനം അടക്കം മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങളെയും ചെറുതും വലുതുമായ തരത്തിൽ ഇതൊക്കെ ബാധിക്കും. എണ്ണവിലയിലൊക്കെ വർധനം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഇതിന്റെ പരിണിത ഫലമായി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബിസിനസ്സുകൾ വീണ്ടും വലിയ ഒരു ഡള്ളായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. വലിയൊരു റിസഷൻ രാജ്യങ്ങളിൽ മൊത്തത്തിൽ, ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ട് റിസഷൻ. അത് രാജ്യം അംഗീകരിച്ചില്ലെങ്കിൽ കൂടെ ബിസിനസ്സുകാരെന്ന നിലയിൽ നമുക്കറിയാം, പല ബിസിനസ്സുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ, വ്യാപാരി വ്യവസായിയിലെ അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ ഒക്കെ അവരിൽ നിന്നൊക്കെ ബിസിനസ് കഴിഞ്ഞ ഒരു വർഷമായി വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അറിയാം. അത് പൂർണ്ണമായി വലിയൊരു തരത്തിലേക്ക് റിസഷൻ പുറത്തേക്ക് വരും. അത് ആളുകളെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ എന്നിവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. സ്വർണ്ണവും വെള്ളിയും എല്ലായ്പ്പോഴും ഓഹരികളെ കടത്തിവിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വില 2 ലക്ഷം ആകുമെന്ന് നമ്മൾ കുറെ കാലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പലരും അതുമായി ബന്ധപ്പെട്ട് പ്രവചനങ്ങളൊക്കെ നടത്തിയിരുന്നു. ഒറ്റയടിക്ക് വർദ്ധിക്കുകയല്ല, എന്നാൽ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇത് മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 1.5 ലക്ഷത്തിലേക്ക് സ്വർണ്ണവില പെട്ടെന്ന് തന്നെ കുതിച്ചെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2 ലക്ഷം എന്നുള്ളത് ഉടനെ ഈ ഒരു വരും സമയങ്ങളിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ 2 ലക്ഷം ഇപ്പോൾ 1 ലക്ഷം തന്നെ നമ്മൾ മനസ്സിൽ കരുതാത്ത ഒരു സമയത്താണല്ലോ ഈ 1 ലക്ഷത്തിന് മുകളിലേക്ക് സ്വർണ്ണവില എത്തിയത്. അപ്പോൾ 2 ലക്ഷം ആയാലും വലിയൊരു അത്ഭുതമൊന്നും സംഭവിക്കാനില്ല അല്ലേ? 2 ലക്ഷം എന്ന് പറയുന്നതിനെ നമ്മളുടെ ഒരു കണക്കൂട്ടലിൽ എത്തില്ല, ഉടനടി എത്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ തന്നെ അത് അപ്രാപ്യമൊന്നുമല്ല. അതിലേക്ക് ആ ഒരു നിരക്കിലേക്ക് എത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനും സാധിക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു യുദ്ധസമാന സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചുകൾ കൊണ്ട് നമുക്ക് വളരെ രൂക്ഷമായ യുദ്ധം മാറുകയും അത് പല രാജ്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടപെടുകയും പല രാജ്യങ്ങൾ ഒരു വശത്ത് അണിചേർന്ന് ഇത് യുദ്ധം ഒരു മഹായുദ്ധം രീതിയിലേക്ക് മാറുകയും ചെയ്താൽ നമ്മൾ ചിന്തിക്കുന്നത് അപ്പുറത്തേക്ക് വില പോകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 1.5 ലക്ഷം രൂപയിലേക്ക് അധികം താമസിക്കാൻ തന്നെ സ്വർണ്ണവില എത്താനുള്ള സാധ്യത വളരെ അടുത്ത് നമുക്ക് ദർശനീയമാവും. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ കച്ചവടം, നമ്മളറിയാം എപ്പോഴും സ്വർണ്ണ കടകളിലെ കച്ചവട രീതികളെ അത് വലിയ തരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ വില കൂടിയും കുറഞ്ഞും നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആളുകൾക്ക് മടി ഉണ്ട് വാങ്ങിക്കാൻ. ഇത്രയും വില കൊടുത്ത് വാങ്ങണമോ, അല്ലെങ്കിൽ കാത്തിരിക്കുന്നവരുമുണ്ട് നല്ലൊരു സമയത്തിനായി. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വില കൂടും, അപ്പോൾ സ്വർണം വാങ്ങാൻ ആവശ്യമുള്ളവർ പെട്ടെന്ന് വാങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുന്ന രീതിയാണോ ഇന്ന് കണ്ടുവരുന്നതോ കോയിനോ മറ്റു ബാറുകളൊക്കെ ആയിട്ടാണോ സ്വർണം വാങ്ങുന്നത്? കോയിനുകൾ ബാറുകളൊക്കെ ആയിട്ട് വാങ്ങുന്നത് സ്വർണം നിക്ഷേപമായി മാത്രം കാണുന്ന ആളുകളാണ് അതിനുവേണ്ടി എൻക്വയറീസ് നടത്തുന്നത്. ബാക്കിയുള്ള ആളുകൾ എല്ലാവരും തന്നെ ആഭരണമായി തന്നെയാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ആളുകൾ പഴയ സ്വർണം ആയിട്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാൻ വരുന്നത് അത് പഴയ സ്വർണമായി തന്നെ നൽകാമോ
എന്ന് ചോദിച്ചു വരുന്ന ആളുകളും ഇവിടെ എണ്ണവും കുറവല്ല. കാരണം അവർക്ക് പണിക്കൂലിയിലൊക്കെയുള്ള വലിയ ഭീമമായ തുക ഇതിൽ ഒരു രക്ഷ നേടാം, കുറെ രൂപ കുറഞ്ഞു കിട്ടും എന്നുള്ള തരത്തിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾ പല രീതിയിലേക്ക് ആളുകൾ മാറി ചിന്തിക്കുകയാണ്. ഞാനിതാണ് മുമ്പ് പറഞ്ഞത്, കല്യാണത്തിനൊക്കെ നിലവിൽ കയ്യിലിരിക്കുന്ന പഴയ ആഭരണങ്ങൾ മാറി എക്സ്ചേഞ്ച് ചെയ്യാതെ ആ പഴയ ആഭരണങ്ങൾ ആ വെയിറ്റ് അങ്ങ് മക്കൾക്ക് നൽകുന്ന രീതി. കാരണം മക്കളൊന്നും അധികം ആഭരണങ്ങൾ ഉപയോഗിക്കുന്നില്ല കല്യാണത്തിന് ശേഷം. അതുകൊണ്ട് ഇതൊന്നും എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ ജ്വല്ലറി പോയി എടുക്കാതെ നിലവിലുള്ള ആഭരണങ്ങൾ തന്നെ അവർക്ക് നൽകുന്ന, സ്വത്തായിട്ട് നൽകുന്ന രീതിയും ലേക്കും ആളുകൾ വലിയ തോതിൽ മാറിയിട്ടുണ്ട്. അപ്പോ വ്യാപാരികളെ സംബന്ധിച്ച് വ്യാപാരികളെയാണ് ഇതെല്ലാം ബാധിക്കുന്നത്. ഒരു തരത്തിലുള്ള പിരിവുകൾ, പലതരത്തിലുള്ള പാർട്ടിക്കാരുടെ പിരിവുകൾ, പല അല്ലാത്ത ആളുകളുടെ പിരിവുകൾ, ഇതെല്ലാം വ്യാപാരികൾ നൽകണം. അതിനോടൊപ്പം ഈ വലിയ മാന്ദ്യം കൂടെ നേരിടുമ്പോൾ വ്യാപാരികൾ സത്യത്തിൽ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് വളരെ വലിയ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ നിലവിൽ ഇപ്പൊ ഇലക്ഷൻ വരാൻ പോകുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അനവധിയായിട്ടുള്ള പിരിവുകളും മറ്റുമൊക്കെ ഇതെല്ലാം വ്യാപാരികൾക്ക് ഒരു വലിയ ബാധ്യതയായി മാറുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോ ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യും എന്നതിനെ പറ്റി എത്ര കൂലംകുഷമായി ചർച്ച ചെയ്താലും ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം വ്യാപാരികൾക്ക് കാണാൻ സാധിക്കില്ല. വ്യാപാരികൾ എന്താണ് ഈ ഒരു യുദ്ധസമാന സാഹചര്യവും ഈ യുദ്ധ സാഹചര്യവും ഒക്കെ വ്യാപാരികളെ വളരെ അധികം ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.